It's nice to be with you tonight. ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത് നല്ലത്. Thank you for being here. ഇന്നിവിടെ വന്നതിൽ നന്ദി അർപ്പിക്കുന്നു. This is God's special place for you tonight. ഇവിടെ ഈ സ്ഥലം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു സ്ഥലം ആണ് നിങ്ങൾ വന്നിരിക്കുന്നത്. As we study the revelation of hope. ദൈവത്തിൻ്റെ ആ വെളിപ്പാടിൻ്റെ പ്രത്യാശയേറുന്ന വചനങ്ങൾ പഠിക്കുമ്പോൾ So many people in Kolkata need hope today. ആ കൊൽക്കത്ത ദേശത്തുള്ള അനേകർക്ക് പ്രത്യാശ ആവശ്യമാണ്. Now before we go on, I want to make sure you remember to look at these special ways in which you can ask questions. ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് നിങ്ങൾ ആ സ്ക്രീനിൽ നോക്കണം. We want you to be fully and thoroughly convinced about Bible truth. അത് വേദപുസ്തക സത്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. Now we have a very important lesson tonight. ഇന്ന് പ്രത്യേകമായ ഒരു പാഠം ഈ രാത്രിയിലുണ്ട്. It may get a little bit involved, so you have to follow it very carefully. ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ അതിൽ നിങ്ങൾ ഇടപെടുകയും അതിൽ ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യണം. It will involve some history. അതായത് ചരിത്രത്തെക്കുറിച്ച് ഞങ്ങളിവിടെ പരാമർശിക്കാൻ പോവുകയാണ്. And how the devil has tried to change the wonderful seventh day Sabbath. അത് പിശാച് എങ്ങനെയാണ് ഈ ഏഴാം ദിനം ശബത്തിനെ ഒന്നാം ദിവസത്തേക്ക് മാറ്റിയതെന്ന്. In fact, tonight's subject is Revelation reveals history's greatest deception or hope. അതായത് ഇന്ന് രാത്രിയിൽ ചരിത്രം എപ്രകാരം വലിയൊരു കബളിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കാം. Not everything is as it appears to be. നമ്മൾ കാണുന്നത് പോലെ അല്ല എല്ലാം യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ കൺമുന്നിലിരിക്കുന്നത്. You see, for many years, hundreds of years, scientists believed that the earth was the center of everything in the universe. അനേക വർഷങ്ങൾക്ക് മുൻപേ ശാസ്ത്രജ്ഞന്മാർ ഭൂമിയിലാണ് ഈ അഖിലാണ്ടത്തിൻ്റെ ആയ ആ മധ്യ സ്ഥലം എന്ന് എല്ലാവരും ചിന്തിച്ചു. And that even the stars and the sun, everything orbited around our earth. അത് എല്ലാ നക്ഷത്രങ്ങളും അതുപോലെ സൂര്യനും ചന്ദ്രനും എല്ലാം ഭൂമിക്ക് ചുറ്റും വലയം വരുന്നെന്നാണ് ചിന്തിച്ചത്. Then they discovered that the earth was actually going around the sun. അതിനുശേഷം അവർ കണ്ടുപിടിച്ചു ഭൂമി ആ സൂര്യന് ചുറ്റും വലയം വെക്കുന്നു എന്ന്. So just because something is believed for a long time doesn't make it right. അതുകൊണ്ട് നിങ്ങൾ കുറേ നാളത്തേക്ക് നിങ്ങൾ ഇങ്ങനെ അത് വിശ്വസിച്ചതുകൊണ്ട് അത് സത്യമായിരിക്കണമെന്നൊന്നുമില്ല. Maybe a tradition like that one has slipped into the Christian church. അങ്ങനെയുള്ളതായ ഒരു ആചാരമാണ് ക്രിസ്തീയ സഭയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. And because it is tradition and people believe it, well, they think it's right. ഇത് ഒരു ആചാരമായും അത് അങ്ങനെയുള്ള ഒരു വിശ്വാസമായി ഇരിക്കുന്നത് കാരണം അതുകൊണ്ട് അവർ ചിന്തിക്കുന്നു അതാണ് ശരിയെന്ന്. Do you think that maybe some people, because of tradition, are not following one of God's commandments? നമ്മുടെ സംസ്കാരത്തിൻ്റെ ആയ കീഴ്വഴക്കം കാരണം ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ അനുസരിക്കാതിരിക്കുവാനായിട്ട് കഴിയുമോ? You see, a tradition becomes something that people follow just because it's always been done. But is it right? അതായത് ഒരു സംസ്കാരത്തിൽ ചെയ്യുന്നതായ ചില കാര്യങ്ങൾ അവർ തുടർന്ന് ചെയ്യുന്നുകൊണ്ട് അവരങ്ങ് തുടർന്ന് ചെയ്തു പോകുന്നു. അത് ശരിയാണോ? Is it from God or is it human made? അത് ദൈവത്തിൽ നിന്നാണോ ഇത് മനുഷ്യനിർമ്മിതമാണോ എന്ന് മനസ്സിലാക്കണം. Now before we go any further, നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുന്നേ I want you to repeat in Bengali what we have been saying every night. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ പറഞ്ഞ ആപ്തവാക്യം ഈ മലയാള ഭാഷയിൽ വീണ്ടും നമ്മൾ പറയണം. ദൈവം എന്താണോ നമുക്ക് നൽകിയിരിക്കുന്നത് അത് നമ്മൾ അംഗീകരിക്കുകയും അത് നമ്മൾ പാലിക്കുകയും ചെയ്യണം. വിരുദ്ധമായി നമ്മളോട് പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് നമുക്കുള്ളത് അല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. Thank you for repeating that. അത് ആവർത്തിച്ചതിന് നന്ദി. And I hope you believe it. അത് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു. Now the book of Revelation predicts that Satan, the devil,
would try to change or mislead the Christian church. അതായത് ക്രിസ്തീയ സഭയെ പിശാച് വഴിതെറ്റിക്കുമെന്നും തെറ്റായ രീതിയിൽ നയിക്കുമെന്നും ഇവിടെ വെളിപാട് പ്രവചനം പറയുന്നു. Let's read what Revelation chapter 12 verse 9 says. വെളിപാട് പ്രവചനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം എന്താണ് പറയുന്നതെന്ന് നമുക്ക് വായിക്കാം. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് കാണാം. So Satan is the devil, he is the deceiver. ആ സാത്താൻ അവൻ പിശാചാണ്, അവനാണ് നമ്മളെ കബളിപ്പിക്കുന്നവൻ. His objective was to overthrow God's throne. അവൻ്റെ ആയ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സിംഹാസനത്തെ കൈയടക്കുക, അവകാശപ്പെടുത്തുക We had a whole എന്നാണ്. lecture on that just a few nights ago. അതിനെക്കുറിച്ചുള്ള പഠനം ചില രാത്രികൾക്ക് മുൻപേ നമ്മൾ കണ്ടുവല്ലോ. The challenge between good and evil. അവിടെ നന്മയും തിന്മയുമുള്ള ആ വലിയ പോരാട്ടം, ആ വെല്ലുവിളി, And Satan's attempt to take the throne of God. അവിടെ സാത്താൻ ദൈവത്തിൻ്റെ സിംഹാസനം അവകാശപ്പെടുത്താൻ നോക്കുന്നു. But what is the foundation of a government? എന്നാൽ ദൈവത്തിൻ്റെ ആയ ആ രാജ്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? It is the ability to make laws that people can keep. നിയമങ്ങളെ ഉണ്ടാക്കുവാനുള്ള കഴിവും അത് ജനങ്ങളാൽ പാലിക്കപ്പെടും എന്ന് തെളിയിക്കുന്നതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് കാണുന്നത്. And if someone in the country here in India refuses to keep the law, then they are really not being good citizens. ഇവിടുത്തെ നിയമത്തെ ആരെങ്കിലും പാലിക്കുന്നില്ലെങ്കിൽ അവർ ശരിയായ ഇന്ത്യൻ പൗരന്മാർ അല്ല. You see, Satan attacked God's law. ഇവിടെ നാം സാത്താൻ ദൈവത്തിൻ്റെ നിയമത്തെ ആക്രമിക്കുന്നതായിരുന്നു കാണുന്നു. And at the very heart of those 10 commandments, ആ 10 കൽപ്പനയുടെ അതിൻ്റെ അന്തർലീനമായ ഭാഗത്തിൽ God's laws of happiness, you remember? ദൈവത്തിൻ്റെ സന്തോഷകരമായ ആ നിയമങ്ങൾ, The very center of them is the seventh day Sabbath. അതിൻ്റെ ആയ മധ്യസ്ഥാനത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ 7-ാം ദിനമായ ശബത്ത് ദിവസമാണ്. So isn't it logical that Satan would attack the Creator by challenging the Sabbath, a symbol of his authority? ഇവിടെ സ്വാഭാവികമായി സാത്താൻ ആ സൃഷ്ടികർത്താവിനെ ആ നിത്യ അടയാളമായ ശബത്തിലൂടെ അവൻ ആക്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Now let's look at that fourth commandment. നമ്മുടെ 4-ാം കൽപ്പനയെ നമ്മൾ നോക്കാം. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക, 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്ത് ആകുന്നു. Now some people who read that commandment, they get kind of confused. ഈ കൽപ്പന വായിക്കുന്നവർ ചിലർക്ക് ചില ആശയ കുഴപ്പങ്ങളുണ്ടാകുന്നു. Because the Christian church that they are attending keeps holy the day of Sunday. എന്നാൽ ചില വിശ്വാസികൾ അവർ കടന്നു പോകുന്ന കൂട്ടായ്മകളിൽ അവർ ഞായറാഴ്ചയാണ് അവർ ആരാധിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ ആഴ്ചയുടെ 1-ാം ദിവസം എന്നുള്ളത് ശബതല്ല. In fact, many honest Christians look at Luke 4:16. അനേക നല്ല ക്രിസ്ത്യാനികൾ ലൂക്കോസിന് സുവിശേഷം 4:16 വായിക്കുന്നു. Which says that Jesus went to the synagogue on the Sabbath. അവൻ വളർന്ന നാസറത്തിൽ വന്ന് ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. And it is on the seventh day Sabbath. അത് 7-ാം ദിനമായ ശബത്ത് ദിവസമാണ്. Now they read that Christ said in Matthew 24. വീണ്ടും നമ്മൾ മത്തായിയുടെ സുവിശേഷം 24 നമ്മൾ നോക്കുമ്പോൾ, മത്തായി 24, they read in that chapter that Jesus said his disciples would be keeping the Sabbath 40 years after the cross. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം 40 വർഷങ്ങൾ കഴിഞ്ഞ് അവർ ആ ശബത്ത് പാലിക്കുമെന്നാണ് പറയുന്നത്. And they read in Acts 13 that a whole city kept the Sabbath. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൽ
ആ പട്ടണം മുഴുവനും അവർ ശബത്ത് പാലിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. They read in Revelation 1 that the Lord has a day. അങ്ങനെ നമ്മൾ വെളിപ്പാട് പ്രവചനം 1-ാം അധ്യായത്തിൽ അത് കർത്തൃ ദിവസത്തെക്കുറിച്ച് പറയുന്നു. And then they read in Luke 6 and Mark 2 and Matthew 12. ലൂക്കോസ് 6-ലും മർക്കോസ് 2-ലും മത്തായി 12-ലും ഇവിടെ പറയുന്നു. That the Sabbath is the Lord's day. അത് ശബത്ത്, അത് ദൈവത്തിന്റെ കർത്തൃ ദിവസമാണെന്ന്. So people are confused and they say, but who changed the Bible Sabbath? എന്നാൽ ഇതിങ്ങനെയാണെങ്കിൽ ആരാണ് ഈ വേദവസ്തുവായ ശബത്ത് മാറ്റിയത്? Because God didn't. ദൈവം മാറ്റിയില്ല. Malachi 3 verse 6. മലാക്കി 3:6. For I am the Lord, I do not change. ഞാൻ മാറാത്ത ദൈവമാണ്. So they look at the Bible and they see that Jesus didn't change the Sabbath. ഇവിടെ കർത്താവ് യേശു ആ ശബത്ത് മാറ്റിയില്ല. Because the Bible says Jesus is the same yesterday, today and forever. ബൈബിൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കർത്താവായ ദൈവം അന്നും ഇന്നും എന്നും മാറാത്തവനാണ്. So God didn't change the Sabbath. ദൈവം ആ ശബത്ത് മാറ്റിയില്ല. Jesus would not change the Sabbath. യേശുക്രിസ്തു ശബത്ത് മാറ്റിയില്ല. And the disciples could not change the Sabbath. അതുപോലെ ശിഷ്യന്മാരും ആ ശബത്ത് മാറ്റിയില്ല. Because in Acts 5 we're told the apostles said we ought to obey God rather than men. അപ്പോസ്തലപ്രവൃത്തികൾ 5-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ പറഞ്ഞതായ കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനുഷ്യരെ അനുസരിക്കുന്നതിനേക്കാൾ ഉപരി ദൈവത്തെയാണ് ഞങ്ങൾ അനുസരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന്. So if God didn't change the Sabbath, അവിടെ ദൈവം ശബത്ത് മാറ്റിയില്ല. Jesus didn't change the Sabbath. യേശുക്രിസ്തു ശബത്ത് മാറ്റിയില്ല. Disciples couldn't change the Sabbath. ശിഷ്യന്മാർ ശബത്ത് മാറ്റിയില്ല. Who changed the Sabbath? ആരാണ് ശബത്തിനെ മാറ്റിയത്? Okay, in the book of Revelation chapter 13, വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായത്തിൽ we read about a big beast that അവിടെ വലിയൊരു is up out of the sea. ഒരു മൃഗത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അത് സമുദ്രത്തിൽ നിന്ന് കടന്നു വന്നു. Now this beast is going to help us answer the question. ഇത് നമ്മുടെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതായിരിക്കും. Okay, if you look in the Bible in Revelation 13, you will see or understand that there is a beast that has, well, it's a very strange beast. ഇവിടെ വെളിപ്പാട് പ്രവചനം 13-ാം അധ്യായത്തിൽ ഇവിടെ ഒരു മൃഗത്തിനെ കുറിച്ച് പറയുന്നു. ഇത് വ്യത്യസ്തമായ ഒരു മൃഗമാണ്. Okay, and let's read the next part there. അടുത്ത ഭാഗം നമുക്ക് വായിക്കാം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. Now look at all these heads that this beast has. Very strange beast. ഇവിടെ അതിൻ്റെ ആ തലകൾ, ആ മൃഗത്തിൻ്റെ തലകൾ നോക്കുക, അത് വളരെ വ്യത്യസ്തമായിരിക്കുന്നു. And then 10 horns. അത് 10 തലകൾ, കൊമ്പുകളുണ്ട്. And crowns. അതുപോലെ രാജമുടികൾ. And then he has a very bad name, a blasphemous name on it. It's against God. അത് ഒരു ദൂഷണ നാമം, അത് ദൈവത്തിനെതിരായിട്ടുള്ള നാമങ്ങൾ ഉണ്ടായിരുന്നതിന്. Now a beast in the Bible can symbolize either a political or religious power. വേദപുസ്തകമായ ആ മൃഗം ഒന്നെങ്കിൽ മതപരമായോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു ശക്തിയെ അവിടെ പ്രതിനിധീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Now this beast is a very blasphemous power. It's against God, speaks things against God. ഇവിടെ ഈ മൃഗം ദൈവത്തിനെതിരായിട്ട് ദൂഷണ നാമങ്ങളോടുകൂടി ദൈവത്തിന് വിരുദ്ധമായി സംസാരിക്കുന്നു. This beast tries to claim powers that only God has. അതായത് ദൈവത്തിന് ഉണ്ടായിരിക്കുന്ന ആ ഒരു നാമം, ഒരു ശക്തിയെ ആണ് അവകാശപ്പെടുന്നത്. So let's read on now. ഇത് നമുക്ക് തുടർന്ന് നമുക്ക് വായിക്കാം. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സാദൃശ്യവും അതിൻ്റെ കാൽ കരടിയുടെ കാൽ പോലെ, വായ് സിംഹത്തിൻ്റെ വായ് പോലെയും ആയിരുന്നു. അതിന് മഹാസർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിൻ്റെ തലകളിൽ ഒന്ന് മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. അതിൻ്റെ മരണകരമായ മുറിവ് പുറത്തു പോയി സർവ്വഭൂമിയും മൃഗത്തെ കണ്ട് വിസ്മയിച്ചു. All right, from our study that we've already been doing, who would you say is the dragon? ഇവിടെ നമ്മുടെ ആ പഠനത്തിൽ ഈ മൃഗം ആരാണ് എന്ന് നിങ്ങൾ പറയും വ്യക്തമായിട്ട്. Anyone want to say?
ആർക്കെങ്കിലും പറയുവാനായിട്ട് സാധിക്കുമോ? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ആർക്കെങ്കിലും? So Satan gives this power great authority. ഇത് ഇവിടെ സാത്താനാണ് ഈ ശക്തി ഈ മൃഗത്തിന് നൽകുന്നത്. And the whole world listens to this beast declare its own laws in the place of God's law. ഈ ലോകം മുഴുവനും ഈ മൃഗത്തെ എല്ലാവരും ശ്രവിക്കുന്നു, എല്ലാവരും അനുസരിക്കുന്നു, അതിന് നിയമങ്ങൾ അത് ഉണ്ടാക്കുന്നു. And the Sabbath comes under great attack. അങ്ങനെ ശബത്ത് ഇവിടെ വലിയ രീതിയിൽ ഇവിടെ ആക്രമിക്കപ്പെടുന്നതായി കാണുന്നു. The seventh day Sabbath. ഏഴാം ദിവസമായ ശബത്ത് ദിനം അതുതന്നെ. So to help us understand that particular beast, let's go to another book in the Bible called Daniel. നമ്മൾ ഈ മൃഗത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ വേറെ ഒരു പുസ്തകത്തിലേക്ക് കടന്നു പോകാം. ദാനിയേൽ, the 7th chapter of Daniel. ദാനിയേൽ 7-ാമത്തെ അധ്യായം. And in that chapter we see the same kind of symbolism. ഇതേപോലെയുള്ളതായ പ്രതിനിധീകരിക്കുന്നതായ ചില അടയാളങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. As we find in Revelation 13. അത് വെളിപ്പാട് പ്രവചനത്തിൽ കാണുന്ന പോലെയുള്ള ആ മൃഗത്തെ പോലെ തന്നെയുള്ള ചില അടയാളങ്ങൾ. Now this is important. The book of Revelation and the book of Daniel are very connected. ഇവിടെ വെളിപ്പാട് പ്രവചനവും ദാനിയേൽ പ്രവചനവും രണ്ടും അത് വളരെയധികം ബന്ധമുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് നമ്മളത് പഠിക്കണം. And so we find that there's a lion and a bear. അവിടെ ഒരു സിംഹത്തെയും ഒരു കരടിയെയും നമുക്ക് കാണുവാൻ കഴിയും. And a dragon. അതുപോലെ പുള്ളിപ്പുലിയെയും അവിടെ ഒരു ഘോര മൃഗത്തെയും കാണാം. Daniel 7 unlocks the understanding of Revelation 13. ഇവിടെ ദാനിയേൽ 7 അത് വെളിപാട് പ്രവചനം 13-ാം അധ്യായത്തെ നമുക്ക് വ്യാഖ്യാനം ചെയ്ത് കാണിക്കുന്നു. ദാനിയേൽ 7 എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 2-ാമത്തെ വാക്യം, ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിൻ്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വന്നത്, ഒന്നാമത്തത് സിംഹത്തോട് സാദൃശ്യവും, രണ്ടാമത്തത് കരടിയും, മൂന്നാമത്തത് പുള്ളിപ്പുലിയും, നാലാമത്തത് വളരെ ഘോരവും ഭയങ്കരമായ ഒരു മൃഗം. So these 4 strange beasts rise up out of the sea. ഈ 4 വ്യത്യസ്തമായ മൃഗങ്ങൾ ഇത് സമുദ്രത്തിൽ നിന്നാണ് കയറി വരുന്നത്. And they're different from one another. അതിൽ ഒന്നിൽ നിന്ന് ഒന്ന് വളരെയധികം വ്യത്യസ്തമായി കാണപ്പെടുന്നു. Now you might be thinking in your mind, so what does that have to do with me here in Kolkata? ഈ 4 മൃഗങ്ങൾ എനിക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ കൊൽക്കത്ത ദേശത്ത് എന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലരും ചിന്തിക്കും. Watch and see. Because it has to do with your eternal destiny as to how you understand who is God. ഇവിടെ നിങ്ങളുടെയായ ആ നിത്യമായ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുവാനും ദൈവം ആരാണെന്ന് തിരിച്ചറിയേണ്ടത് ഈ പഠനത്തിലൂടെയാണ്. Okay, read verse 17. ആ 4 മൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു എന്ന് ദാനിയേൽ പ്രവചനം 7:17 അവിടെ വളരെ വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. All right, the next verse or the next chapter. അടുത്ത വാക്യം ഇവിടെ നമുക്ക് വായിക്കാം. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും. So Daniel sees these 4 beasts that represent 4 kingdoms. ഇവിടെ ദാനിയേൽ നോക്കുമ്പോൾ ഇത് 4 മൃഗങ്ങൾ 4 രാജാക്കന്മാരെ സൂചിപ്പിക്കുന്നു. And you will remember on the first night that we had our meetings, we talked about 4 kingdoms. ആദ്യത്തെ രാത്രിയിൽ 4 രാജാക്കന്മാരെക്കുറിച്ച് 4 രാജ്യങ്ങളെക്കുറിച്ച് ആ കണ്ടതായ ബിംബത്തെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചു. And the head of gold and the shoulders of silver and the thighs of brass and the legs of iron and then the feet that were iron and clay. അവിടെ തല പൊന്നുകൊണ്ട് ആ നെഞ്ച് വെള്ളിയും അതുപോലെ തന്നെ വയറ് താമ്രവും കൊണ്ടും തുടർന്ന് ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ളതായ ആ ഒരു ബിംബത്തെയാണ് നമ്മളിവിടെ കാണുവാനായിട്ട് ഇടയായത്. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് അത് എന്തിനാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് പഠിക്കുകയും ചെയ്തു. Now, during the time of the end part of that statue where the feet are, there would be a divided Europe. അവിടെ ആ കാൽപാദത്തിൽ കാണുന്ന 10 വിരലുകൾ പോലെ യൂറോപ്പ് 10 ആയിട്ട് വിഭജനം ചെയ്യുന്ന കാലഘട്ടം.
And during that time, there would be a power that would try to change God's law. ആ സമയത്ത് ദൈവത്തിൻ്റെ നിയമത്തെ അവിടെ മാറ്റിമറിക്കുന്നതായ ഒരു ശക്തി അവിടെ ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Let's see how the Bible predicts this. ഇത് എങ്ങനെയാണ് വേദപുസ്തകം അത് പ്രവചിക്കുന്നതെന്ന് നമുക്ക് കാണാം. Verse 4 of Daniel 7. അവിടെ 7-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം. Okay, let's get that slide. There we go. ഒന്നാമത്തത് സിംഹത്തോട് സാദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ ചിറക് പറഞ്ഞുപോയി, അതിനെ നിലത്തുനിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്ത് നിർത്തി, അതിന് മനുഷ്യഹൃദയവും കൊടുത്തു. ദാനിയേൽ 7-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. In the ancient world, Babylon was represented by a lion. ആ പുരാതന കാലത്ത് ഇവിടെ സിംഹം പ്രതിനിധീകരിക്കുന്നത് ബാബിലോൺ സാമ്രാജ്യത്തെ ആണെന്ന് നാം കാണുന്നു. Then another nation would arise. അതിനുശേഷം വേറെ ഒരു സാമ്രാജ്യം ഉയർന്നു വരും. All right, verse 5. ഇവിടെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. രണ്ടാമത്തത് കരടിയോട് സാദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അതൊരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ 3 വാരിയലും കടിച്ചു പിടിച്ചും കൊണ്ടു നിന്നു. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു എന്ന് ദാനിയേൽ 7-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. All right, this was representing the combined kingdoms of the Medes and the Persians. ഇവിടെ എന്തിനാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് പറഞ്ഞാൽ മേദ്യരും പാർസികളും ചേർന്നുള്ളതായ ആ ഭരണ കാലഘട്ടത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. And the reason that one of the shoulders was a little higher was that one of those two was a little bit more prominent or powerful. ആ 2 ശക്തികളിൽ മേദ്യ രാജാക്കന്മാർ അല്പം ശക്തി പ്രാപിച്ചവരായിരുന്നു. ആയതിനാലാണ് ആ മൃഗത്തിൻ്റെ പാർശ്വം അല്പം ഉയർന്നിരുന്നതായി നാം കാണുന്നത്. The Persians were the ones that were more dominant. അവിടെ ആ പാർസ്യ രാജാക്കന്മാരായിരുന്നു അല്പം ശക്തി പ്രാപിച്ചവരെന്ന് പറയുന്നു. This bear have in its mouth? അത് കരടിയുടെ വായിലുണ്ടായിരുന്ന വാരിയലുകൾ, 3 ribs. ആ 3 വാരിയലുകൾ. And these represent the areas or regions that were conquered by this power. ഈ ശക്തി പിടിച്ചടക്കിയതായ 3 രാജ്യങ്ങളെ സൂചിപ്പിക്കുന്ന അതാണ് ആ എല്ലുകൾ. Babylon, Lydia and Egypt. അവിടെ ബാബിലോൺ, ലിഡിയ, ഈജിപ്റ്റ് എന്ന ഈ 3 രാജ്യങ്ങൾ. See how accurate this beautiful holy writing is. ഇവിടെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് നല്ലവണ്ണം എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Now a third empire comes. Let's read verse 6. ഇവിടെ 3-ാമത്തെ ഒരു രാജ്യം ഇവിടെ കടന്നു വരുന്നു. 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പിന്നെ പുള്ളിപ്പുലിക്ക് സാദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറക് ഉണ്ടായിരുന്നു. Okay, the next slide. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. So what was the third kingdom in that statue? It's the third kingdom now for these animals. ഇവിടെ 3-ാമത്തെ ഈ മൃഗത്തിൻ്റെ ആയ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം. Greece, exactly. So who was the leader of the Greeks? ഇത് ഗ്രീക്ക് സാമ്രാജ്യം, യവന സാമ്രാജ്യത്തെ സൂചിപ്പിക്കുന്നു. Alexander the Great. അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ചാണ്. He was a young man. അദ്ദേഹം ഒരു യവനക്കാരനായിരുന്നു. Only about 30 years of age. 30 വയസ്സ് പ്രായത്തിലാണ് കടന്നു വന്നത്. The whole then known world. അന്നുണ്ടായിരുന്ന എല്ലാ രാജ്യങ്ങളെയും. And they conquered so quickly. അതിനെ മുഴുവനും അദ്ദേഹം പിടിച്ചടക്കുകയും ചെയ്തു. That is represented by a leopard. A leopard is very fast. അവിടെ ആ പുള്ളിപ്പുലി എന്ന് പറഞ്ഞാൽ വളരെ വേഗതയിൽ സഞ്ചരിക്കുന്ന മൃഗമാണ്. അങ്ങനെ അദ്ദേഹം വളരെ വേഗതയിൽ ലോകത്തെ പിടിച്ച് അടക്കി. And not only a leopard that is fast, the leopard had wings. അവിടെ ആ പുള്ളിപ്പുലിക്ക് അതിന്റെ വേഗതയിൽ മാത്രമല്ല അതിന് ചിറകുകൾ ഉണ്ടായിരുന്നു നാം കാണുന്നു. Now why 4 heads on the leopard? അങ്ങനെ 4 ചിറകുകൾ ഉണ്ടായിരുന്നതായി നാം കാണുന്നു. When Alexander the Great died, അങ്ങനെ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചപ്പോൾ he was only 33 years old. 33 വയസ്സ് പ്രായമായിരുന്നു അദ്ദേഹത്തിന്. And his son did not take the kingdom. അങ്ങനെ അവന്റെ മകൻ ആ രാജ്യത്വം ഏറ്റെടുത്തില്ല. 4
strong generals who divided the empire. അങ്ങനെ 4 ശക്തന്മാരായ തൻ്റെ ആ ജനറൽമാരാണ് രാജ്യത്തെ All വിഭജിച്ചത്. right, now a fourth beast is അങ്ങനെ coming. അതിനുശേഷം 4ാമത്തെ ഒരു ഘോര മൃഗം ഇവിടെ കടന്നു വരുന്നു. Verse 7ാമത്തെ വാക്യം, രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവുമായ അതിബലവുമുള്ള 4ാമത്തെ ഒരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളിൽ വെച്ച് ഇത് വ്യത്യസ്തമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഞാൻ ആ കൊമ്പുകൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പു പറയുന്ന വായും ഉണ്ടായിരുന്നു. What a strange beast. എത്ര വിചിത്രമായ ഒരു മൃഗമാണ് ഇത് എന്ന് നാം കാണുന്നു. It's a mean looking beast. ഇതൊരു വലിയ ഘോരവും ഭയങ്കരവുമായ ഒരു മൃഗമാണ്. Teeth that devour. അതിൻ്റെ പല്ലുകൾ അവിടെ തിന്നുകയും It has ചെയ്യുന്നു. 10 horns. അതിന് 10 കൊമ്പുകളുണ്ടായിരുന്നു. Now, this beast definitely represents Rome. ഈ ഘോരമൃഗം റോമ സാമ്രാജ്യത്തെ ആണ് പ്രതിദാനം ചെയ്യുന്നത്. You see, the Roman Empire was so strong it lasted 400, almost 500 years or so. റോമ സാമ്രാജ്യം വളരെ ശക്തമായ സാമ്രാജ്യമായിരുന്നു. 400 മുതൽ 500 വർഷം അത് ആ കാലയളവ് നീണ്ടിരുന്നു. But then it declined also. അങ്ങനെ പിന്നീടാണ് അതിൻ്റെ നാശം അവിടെ ഭവിച്ചത്. History will tell you that. ആ ചരിത്രം ഇത് വളരെ വ്യക്തമായി പറയും. And the tips of those toes were kingdoms that came out of that Roman Empire. ആ റോമ സാമ്രാജ്യത്തിൽ നിന്ന് ഉണ്ടായതായ ഉത്ഭവിച്ചതായ 10 രാജ്യങ്ങളെക്കുറിച്ചാണ് ആ ബിംബത്തിൻ്റെ 10 വിരലുകൾ അവിടെ സൂചിപ്പിക്കുന്നത്. 10 kingdoms that came out. ആ 10 രാജ്യങ്ങൾ അതിൽ നിന്ന് ഉത്ഭവിച്ച രാജ്യങ്ങളാണ്. And this beast has 10 horns. ഇവിടെ ഈ ഘോരമൃഗത്തിന് 10 കൊമ്പുകളുണ്ട്. Equating to the 10 kingdoms and the feet. അവിടെ 10 കൊമ്പുകൾ 10 രാജ്യങ്ങളെ രാജാക്കന്മാരെ സൂചിപ്പിക്കുന്നു. But then something interesting happened. പിന്നീട് വളരെ രസകരമായ ഒരു കാര്യം അവിടെ Read സംഭവിച്ചു. in verse 8. 8ാമത്തെ വാക്യം, ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. So in Europe there were these 10 kingdoms, these 10 horns. ഇന്ന് ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 10 കൊമ്പുകൾ 10 രാജ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. But another power arises. എന്നാൽ അതിനുശേഷം ഒരു വലിയ ശക്തി അവിടെ ഉയർന്നു വരുന്നു. And the Bible says that 3 of the first horns were plucked up by the roots. അവിടെ ആ 10 കൊമ്പുകളിൽ 3 കൊമ്പുകളെ ചെറിയ കൊമ്പ് പറിച്ചു കളഞ്ഞു. Strange little horn that appears. അവിടെ ആ ഒരു ചെറിയ കൊമ്പ് അവിടെ മുളച്ചു വരുന്നത് വിചിത്രമായിരിക്കുന്നു. There are eyes like the eyes of a human being. അതിന് മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണ് ഉണ്ടായിരുന്നു. And can you imagine in this little horn there's this mouth that speaks mighty things. നിങ്ങൾ അല്പം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ കൊമ്പിൽ വമ്പ് പറയുന്ന വായുണ്ടായിരുന്നു. Bragging kinds of things, not good things. അവിടെ പലവിധമായ വ്യത്യസ്തമായ കാര്യങ്ങൾ. Now the Bible helps us to identify what this horn is. ബൈബിൾ നമ്മളെ ഈ ചെറിയ കൊമ്പ് ആരാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സഹായിക്കുന്നു. It arises out of the first 10 horns or amongst them. അതായത് 10 കൊമ്പുകൾക്കിടയിലാണ് ഈ ചെറിയ കൊമ്പ് മുളച്ചു വരുന്നത്. So the 10 horns, if this is the end product of Rome, this has to come up in Western Europe. ഇവിടെ ഈ 10 കൊമ്പുകളുടെ ആയ അവസാനം ആ ചെറിയ കൊമ്പ് അത് മുളച്ചു വന്നതായിട്ട് നമുക്ക് കാണുന്നു. അത് പടിഞ്ഞാറൻ ഭാഗത്തു നിന്നാണ് ഈ ശക്തി ഉത്ഭവിക്കേണ്ടത്. Secondly, this power, this little horn would come up after the 10 horns. ഇവിടെ ഈ ചെറിയ കൊമ്പ് ഈ 10 കൊമ്പുകൾക്ക് ശേഷമാണ് ഇവിടെ ഉത്ഭവിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും.
So it comes after Babylon and Medo-Persia and Greece and all of that. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ബാബിലോണും മീഡോ പേർഷ്യയും ഗ്രീസിനും മറ്റുള്ള രാജ്യങ്ങൾക്ക് കഴിഞ്ഞ ശേഷമാണ് ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. When the mighty Roman Empire collapsed, ആ ശക്തമായ റോമ സാമ്രാജ്യം അവിടെ തകർന്ന് തരിപ്പണമായപ്പോൾ 10 smaller kingdoms emerged. അവിടെ 10 കുട്ടി രാജ്യങ്ങൾ അവിടെ ഉയർന്നു വന്നു. After that, this little horn that had a mouth that spoke great things would come up. അങ്ങനെ അതിനുശേഷം വമ്പ് പറയുന്ന വായുള്ളായ ഈ ചെറിയ കൊമ്പ് അതിന്റെ ശക്തി അവിടെ വളർന്നു വരുന്നതായി കാണുന്നു. So it has the eyes like a man. അത് മനുഷ്യന്റെ കണ്ണുകൾ പോലെ അതിന് കണ്ണുകൾ ഉണ്ടായിരുന്നു. And it is a human religious system. ഇവിടെ അത് മാനുഷികമായ മതപരമായ ഒരു സിസ്റ്റമാണ്. Based on human teachings, man's teachings. ഇത് മനുഷ്യരായ പഠനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. So notice in verse 24 what it says. ഇവിടെ 24-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ രാജ്യത്തിൽ നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. So this is going to be different from the first ones. ഇത് ആദ്യത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം തന്നെയാണ്. It's not necessarily a political power. ഇത് രാഷ്ട്രീയപരമായ ഒരു ശക്തിയായിട്ട് തന്നെ ഇരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. It is a religious power. ഇത് മതപരമായ ഒരു ശക്തിയാണ്. Kind of combination, a religious political power. ഇത് മതപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള തമ്മിൽ ബന്ധത്തുള്ളതായ ഒരു ശക്തി തന്നെയാണ്. And what would this power do? ഈ ശക്തി എന്താണ് ചെയ്യുവാൻ പോകുന്നത്? Okay, let's look at verse 25. 25-ാമത്തെ വാക്യത്തിൽ നമുക്ക് നോക്കാം. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. Think of anything worse for this power to do than to try to change God's law, especially the Sabbath. ഈ ദുഷ്ടശക്തി അവിടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ അവിടെ ദൈവത്തിൻ്റെ നിയമം ആ ശബത്ത് ദിവസത്തെ അത് മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. See, what does it say in the last part of the verse? അതിൻ്റെ അവസാനത്തെ ഭാഗം വാക്യത്തിൽ പറയുന്നത് സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. So this power would try to change the very heart of God's law. ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ഹൃദയഭാഗത്തെ തന്നെ അവൻ മാറ്റുവാനായിട്ട് അവൻ ശ്രമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. Daniel 8 verse 12 ദാനിയേൽ പ്രവചനം 8:12 tells us that this little power പറയുന്നത് എന്തെന്നാൽ ആ ചെറിയ ശക്തി would cast down truth down to the ground. അവിടെ സത്യത്തെ നിലത്ത് തള്ളിയിടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. He did this and he prospered. അവൻ അത് ചെയ്യുകയും അവൻ അത് വളരെ ശക്തമായി വളരുകയും ചെയ്തു. So out of the old Roman Empire this power would come and it would try to change God's law. അങ്ങനെ പുരാതന റോമ സാമ്രാജ്യത്തിൽ നിന്ന് ഈ ശക്തി പുറപ്പെട്ടു വരികയും അവൻ ഈ നിയമങ്ങളെ മാറ്റുകയും ചെയ്യും. So how did this change actually come about? എങ്ങനെയാണ് ഈ ഒരു മാറ്റം ഉണ്ടായത്? It happened gradually over time. ഇത് സമയങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചത്. Because of social and religious reasons. ഇത് സാമൂഹികപരമായി മതപരമായുള്ളതായ കാരണങ്ങളാലാണ് സംഭവിച്ചത്. Now when you come to the 4th century AD after Christ, 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് പിൻപ് നാം കാണുമ്പോൾ the Roman Emperor Constantine had a big problem. റോമൻ ചക്രവർത്തി കോൺസ്റ്റന്റീന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. His kingdom was falling apart. അവന്റെ രാജ്യം തകർന്നു പോയിക്കൊണ്ടിരുന്നു. And he wanted to unite his empire. അതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരണമെന്ന് അവൻ ആഗ്രഹിച്ചു. So how could Constantine unite this empire? അത് എങ്ങനെയാണ് തന്റെ രാജ്യത്തെ അവൻ ഐക്യപ്പെടുത്തിയത് എന്ന് കാണാം. He came up with a brilliant idea. വളരെ ജ്ഞാനത്തോടുകൂടി ഒരു കാര്യം ചെയ്തു. Why not unite everybody under Sunday worship? എന്തുകൊണ്ട് ഒരു ഞായറാഴ്ച ദിവസം ഉള്ള ആരാധനയിലൂടെ എല്ലാരെയും ഒരു ഐക്യപ്പെടുത്തിക്കൂടാ?
And because he was the emperor, he made a declaration and everybody needed to follow that. അവനൊരു ചക്രവർത്തി ആയത് കാരണം അത് എല്ലാവരും അനുസരിക്കണമെന്നോ ഒരു നിയമം കൊണ്ടുവന്നു. So read about it now in Bengali. അത് മലയാളത്തിൽ നമുക്ക് ഇപ്പം വായിക്കാം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കൽപ്പന പ്രകാരം AD 321 തൻ്റെ സാമ്രാജ്യത്തിലുള്ള എല്ലാവരും ഞായറാഴ്ച ദിവസം ആരാധന ദിവസമായി അംഗീകരിക്കണമെന്നുള്ള ഒരു കൽപ്പന. So Constantine called Sunday, the first day of the week, the day of the sun. അങ്ങനെ കോൺസ്റ്റന്റൈൻ ഞായറാഴ്ച ദിവസം ഒന്നാമത്തെ ദിവസം അത് സൂര്യദേവന്റെ ദിനമായി അവൻ കൽപ്പന പുറപ്പെടുവിച്ചു. Should close. കടകളെല്ലാം അന്നേ ദിവസം അടയ്ക്കപ്പെടണം. Everybody should observe Sunday. ആ ശബദായിട്ട് ഞായറാഴ്ച ദിവസം അംഗീകരിക്കണം. And he tried to get the entire empire to unite. അങ്ങനെ തൻ്റെ സാമ്രാജ്യത്തെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുവാനായിട്ട് അവന് സാധിച്ചു. So this was the first Sunday law ever enacted. അങ്ങനെ അതാണ് ആദ്യത്തെ ഞായറാഴ്ച നിയമം പാലിക്കപ്പെടുന്ന ദിവസം. Now in the days of Constantine, the church and the government were united. കോൺസ്റ്റന്റൈന്റെ കാലഘട്ടത്തിൽ സഭയും ഗവൺമെന്റും അവിടെ ഒരുമിക്കപ്പെട്ടു ഒന്നിച്ചായി എന്നാണ് കാണുന്നത്. And they tried to unite by bringing the pagans, those who were not Christians, those who had other religious beliefs, into this great movement. ഇങ്ങനെ ആ ഒരു നിയമത്തിലൂടെ മറ്റ് വിശ്വാസികളെയും ജനങ്ങളെയും അവിടെ ഐക്യപ്പെടുത്തുവാനായിട്ട് കോൺസ്റ്റന്റൈൻ അവിടെ ശ്രമിച്ചു. Now here's a very interesting quotation from the Catholic world. Read it in Bengali. ഒരു ആപ്തവാക്യമാണ് ഇവിടെ ഇരിക്കുന്നത്. മലയാളത്തിൽ വായിക്കുന്നു. സഭയുടെയായ അധികാരത്തിൻ പ്രകാരം ഞങ്ങൾ 7-ാം ദിവസമെന്നുള്ള ശബത് ദിവസത്തെ ഞങ്ങൾ ആഴ്ചയുടെ 1-ാം ദിവസമായ ഞായറാഴ്ചയിലേക്ക് ആ ആരാധനാക്രമം ഞങ്ങൾ മാറ്റുന്നു. Now it's very interesting what it says because this is a Catholic publication now. ഇത് വളരെയധികം രസകരമായ ഒന്നാണ്. എന്നാൽ ഇത് കത്തോലിക്ക പ്രസിദ്ധീകരണമാണ്. It says that the sun was one of the most important gods in paganism or heathenism. പുറജാതികളുടെ ഒരു ദേവനായിരുന്നു സൂര്യ ദേവനെന്ന് നമുക്ക് ഇതിൽ നിന്ന് കാണുവാനായിട്ട് കഴിയും. And then it goes on to say there's something very kingly about the sun. ആ സൂര്യനെ കുറിച്ച് ഒരു രാജകീയതയെ കുറിച്ച് ഇവിടെ പറയുന്നു. It's a nice symbol of Jesus. അത് യേശുവിന്റെ നല്ലൊരു അടയാളമാണെന്ന് പറയുന്നു. So the church in these countries would seem to have said, അപ്പോൾ ഈ രാജ്യങ്ങളിലുള്ള ഈ സഭകൾ പ്രകാരം പറയുന്നു, keep the old pagan name. ആ പഴയ പ്രജാതിയുടെയായ പേര് വെച്ചുകൊള്ളുക. We will consecrate it and sanctify it. അത് ഞങ്ങൾ വിശദീകരിക്കാം ആ അടയാളത്തെ. And because of all that, Sunday became the Christian Sunday. അങ്ങനെ ആ സൂര്യദേവന്റെ ദിനമായ ഞായറാഴ്ച അത് ക്രിസ്ത്യാനികളുടെ ആരാധന ദിവസമായി മാറി. Sunday had been a special day for pagans. അത് സൂര്യദേവന്റെ ദിനം അത് പുറജാതികളുടെയായ ദേവന്റെയായ ഒരു ദിനമാണത്. But to unite the kingdom and kind of give compromise for the pagans, let's all worship on Sunday. അങ്ങനെ ആ ക്രിസ്ത്യാനികളും പുറജാതികളും അവിടെ ഐക്യപ്പെടുവാനായിട്ട് അവിടെ ഒരു ധാരണയിൽ അവർ വന്നു. ആ ഞായറാഴ്ച ദിവസത്തെ എല്ലാവരുടെയും ആരാധന ദിവസമായി നമുക്ക് മാറ്റാം എന്ന് ധാരണയിലെത്തി. Remember when I began I said this is going to be kind of a historical lesson about history. അതായത് ഞാൻ ആദ്യം ആരംഭിച്ചപ്പോൾ തന്നെ ഇത് ഒരു ചരിത്രപ്രധാനമായുള്ള കാര്യമാണെന്ന്. Can you see how Sunday came into the Christian church over a period of time? എങ്ങനെയാണ് കാലാകാലങ്ങളിൽ ക്രിസ്തീയ സഭകളിലേക്ക് ഈ ഞായറാഴ്ച ആരാധനക്രമം കടന്നു വന്നെന്ന് നിങ്ങൾ അറിയുന്നുവോ? And Christians who were trying to exist in a very strange pagan world, അങ്ങനെ ഒരു പുറജാതികളുടെയായ ആ വിശ്വാസികളുടെയായ കാലഘട്ടത്തിൽ ജീവിച്ചായ ക്രിസ്ത്യാനികൾ, and they wanted others to know that they were not Jewish people, we're Christians. ഞങ്ങൾ യഹൂദന്മാരല്ല, ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് ലോകത്തെ അവർ വിളിച്ചറിയിക്കുന്നു. They began to accept
the false worship day of Sunday instead of the seventh day Sabbath. അവിടെ തെറ്റായ ആ ഞായറാഴ്ച നിയമത്തെ അവർ അംഗീകരിക്കുകയും ഏഴാം ദിവസം എന്ന ശബത്ത് ദിവസത്തെ അവർ തിരസ്കരിക്കുകയും ചെയ്യുന്നു. This made the pagan worshippers more comfortable. ഇത് പുറജാതികൾ അവർ ആരാധിച്ചിരുന്ന സൂര്യദേവന്റെ നാള് അത് അവർക്ക് വളരെയധികം അനുകൂലപരമായി തീർന്നു. So they began to understand and accept that maybe they could be Christians also, but we'll keep Sunday. ഞങ്ങൾ അതായത് ക്രിസ്ത്യാനികളായിരിക്കാം, എന്നാലും ഞങ്ങൾ ആ ഞായറാഴ്ച ദിവസത്തെ ഞങ്ങൾ അന്ന് ആരാധന ദിവസമായി അംഗീകരിക്കുന്നു. My dear friends in Kolkata, ഇന്ന് കൊൽക്കത്തയിലിരിക്കുന്ന ദൈവജനമേ, do not compromise on Bible truth. ദൈവത്തിൻ്റെ ആ തിരുവചനത്തിൻ്റെ സത്യങ്ങളിൽ യാതൊരുവിധമായ കോംപ്രമൈസിന് നമ്മൾ ഒരുങ്ങരുത്. Firmly convicted of your beliefs in the Bible. നിങ്ങൾ തിരുവചന സത്യത്തിലിരിക്കുന്ന സത്യങ്ങളിൽ അത് മാത്രം നിങ്ങൾ അംഗീകരിച്ച് നിങ്ങൾ ജീവിക്കണം. So the Roman Empire was more or less united, the pagans and the Christians, by compromising, and they worshipped on Sunday. ഇവിടെ ആ പുറജാതികൾക്കും ക്രിസ്ത്യാനികൾക്കും തമ്മിലുള്ള ഒരു ധാരണയിൽ അവരെത്തുകയും അങ്ങനെ ഒരു ഐക്യതയോടുകൂടി ആ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ രാജ്യത്തിൽ അവർ സമാധാനമായി ജീവിച്ചു. God didn't change it. ദൈവം അതിനെ മാറ്റിയതല്ല. The disciples didn't change it. ശിഷ്യന്മാർ ആ ശബദിനെ മാറ്റിയതല്ല. Jesus didn't change it. യേശുക്രിസ്തു ആ ശബദിനെ മാറ്റിയതല്ല. Human beings changed it. എന്നാൽ മനുഷ്യരാണ് ആ ശബദിനെ മാറ്റിയത്. The Catholic Church Council of Laodicea records. കത്തോലിക്ക സഭയിലെ കൗൺസിൽ ഓഫ് ലവഡേഷ്യയിൽ അതോടെ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. Okay, let's read it now in Bengali. അത് നമ്മൾ മലയാളത്തിൽ നമുക്ക് വായിക്കാം. ലവഡേഷ്യൻ കൗൺസിലിൽ വെച്ച് സഭ എടുത്തതായ തീരുമാനത്തിൻ പ്രകാരം ഞായറാഴ്ച ദിവസമായ ഒന്നാം ദിവസത്തെ ആരാധന ദിവസമായി സഭ ഏഴാം ദിവസത്തിൻ്റെ ശബത്ത് ദിവസത്തെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതായ ഒരു അംഗീകാരമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. So they tried to make those who were trying to keep the commandments, the true commandments, feel like they were Jewish people. ഇവിടെ 10 കൽപ്പന പാലിക്കുന്ന ആ വ്യക്തികളെ അവർ എന്താണ് അവർ ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ അവർ യഹൂദന്മാരാണ് എന്നുള്ള ഒരു ചിന്തയാണ് അവർ ചിന്തിച്ചത്. And they wanted people to worship on Sunday, not on Saturday. അവിടെ എന്താണ് എല്ലാവരും ഞായറാഴ്ച ദിവസം ആരാധിക്കണം, അവർ ശനിയാഴ്ചയല്ല. So the changes became more pronounced towards Sunday from the original true Bible Sabbath. ഇവിടെ യഥാർത്ഥമായ ഏഴാം ദിനം ശബത്ത് എന്നുള്ളത് ഒന്നാമത്തെ ദിവസത്തേക്ക് മാറ്റിയതായിട്ട് നമുക്ക് വ്യക്തമായി കാണുന്നു. These people were unconsciously fulfilling the prophecy of Daniel in verse 24. ഈ ജനം ആ ദൈവത്തിൻ്റെ ആയ പ്രവചനത്തെ അവരറിയാതെ തന്നെ അത് നിവൃത്തി ചെയ്യുന്നതായിട്ട് നമുക്ക് ദാനിയേൽ 7:24 നമുക്ക് കാണുവാൻ കഴിയും. This beast would think to change times and laws. ഇവിടെ ഈ ഘോര മൃഗം ഇവിടെ ദൈവത്തിൻ്റെ നിയമത്തെയും സമയങ്ങളെയും ഇവിടെ മാറ്റുന്നതായി കാണും. See, verse 25 says that an earthly power growing out of Rome would try to change God's law. ഇവിടെ 25-ാമത്തെ വാക്യം ആ റോമ സാമ്രാജ്യത്തിൽ നിന്ന് വരുന്നതായ ആ ശക്തി ദൈവത്തിൻ്റെ നിയമത്തെ മാറ്റുമെന്നാണ് ഇവിടെ നാം കാണുന്നത്. Now listen to an interesting explanation from the Roman Catholic Instructional Guide. ഇവിടെ റോമൻ കാത്തലിക് ഇൻസ്ട്രക്ഷണൽ ഗൈഡിൽ നിന്നുള്ളതായ വളരെ രസകരമായ ഒരു വിവരണത്തെക്കുറിച്ച് നമുക്ക് വായിക്കാം. It's called the Catechism. അതിന് കാറ്റക്കിസം എന്നാണ് പറയുന്നത്. And here's the question. ഇവിടെ ചോദ്യം ഉന്നയിക്കുന്നു. Which is the Sabbath day? അത് യഥാർത്ഥ ശബത്ത് ദിവസം എന്നാണ്? Well, the answer from the Catechism is that Saturday, the seventh day, is the Sabbath day. ഇത് കാറ്റക്കിസത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏഴാം ദിനമാണ് അത് ശബത്ത് ദിവസമെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. Another question. മറ്റൊരു ചോദ്യം, why do we observe Sunday instead of Sabbath? എന്തുകൊണ്ടാണ് നമ്മൾ ഞായറാഴ്ച ശബത്ത് ദിനമായിട്ട് നമ്മൾ അനുസരിക്കുന്നത്? This is what the Catechism from the Catholic Church says now.
ഇവിടെ ഈ കാറ്റഗിസം പറയുന്നത് എന്താണെന്ന് നോക്കാം. Because the Catholic Church transferred the solemnity, that means the sacredness, the holiness, from Saturday to Sunday. കത്തോലിക്ക സഭ ഏഴാം ദിനം ശബദിൻ്റെ നിന്നും ഒന്നാം ദിനം ശബദിലേക്ക് അതിൻ്റെ വിശുദ്ധിയെ അവർ മാറ്റിയിരിക്കുന്നു എന്ന് കത്തോലിക്ക സഭ പറയുന്നു. Now notice it was not God who changed it. ഇത് ദൈവമല്ല ഇത് മാറ്റിയത്, Human beings tried to change. മനുഷ്യരാണ് അത് മാറ്റിയത്. Now let's go to the Catholic Encyclopedia. കാത്തലിക് എൻസൈക്ലോപീഡിയയിലേക്ക് നമുക്ക് ചെല്ലാം. Now read this in Bengali. അത് മലയാളത്തിൽ വായിക്കാം. ഞങ്ങൾ സഭയുടെയായ അധികാരത്തിൻ പ്രകാരം ഏഴാം ദിനമെന്നുള്ള ശബദ് ദിവസത്തെ ശനിയാഴ്ച ശബദെ ഞങ്ങൾ ഞായറാഴ്ചയിലേക്ക് ഞങ്ങൾ മാറ്റിയിരിക്കുന്നു. അതിൻ്റെയായ വിശുദ്ധിയെയും പരിശുദ്ധിയെയും ഞങ്ങൾ ഒന്നാം ദിനത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. Now I'm very shocked actually. ഇത് വായിച്ചപ്പോൾ ഞാൻ വളരെയധികം എനിക്ക് ഷോക്കുണ്ടായി. Human beings making up the church at that time. അന്നുണ്ടായിരുന്നായ സഭ മനുഷ്യർ അവരുടെ തീരുമാനം Changing the law of God. ദൈവത്തിൻ്റെ നിയമത്തെ അവർ അവർ മാറ്റിയിരിക്കുന്നതായിട്ട് കാണുന്നു. I am not a God. ഞാൻ ദൈവമല്ല, You are not a God. നിങ്ങൾ ദൈവമല്ല, There is one God. നമുക്ക് ഒരേ ദൈവമേ ഉള്ളൂ. And there are three persons of that God. ത്രിയേക ദൈവമാണ് നമുക്കുള്ളത്. The Father, the Son, and the Holy Spirit. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. That is the only God that can change its own laws. ആ ദൈവത്തിന് മാത്രമേ നിയമങ്ങളെ മാറ്റുവാൻ അധികാരമുള്ളൂ. Now let's go on. നമുക്ക് മുന്നോട്ട് പോകാം. So this encyclopedia states that the commandment regarding time had been changed by the church. ഇവിടെ ആ എൻസൈക്ലോപീഡിയ ആ സഭയുടെയായ കൽപ്പന ആ സമയത്തെ മാറ്റിയതായിട്ട് അവിടെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. All right, this particular man now wrote a book challenging Protestants. ഇവിടെ ഒരു മനുഷ്യൻ പ്രൊട്ടസ്റ്റാന്റുകാരെ വെല്ലുവിളിച്ച് എഴുതുകയുണ്ടായി. You know, in the Christian church you have many different denominations. ക്രിസ്തീയ സഭയിൽ പലവിധമായ വ്യത്യസ്തമായ സഭകളുണ്ടല്ലോ. But they are mainly in three branches or so. അത് പ്രധാനമായിട്ടും മൂന്ന് വിധത്തിലാണ്. Catholic Church, കത്തോലിക്ക സഭ, Orthodox Church, ഓർത്തഡോക്സ് സഭ. and they have many variations depending on the country. പല രാജ്യങ്ങളും അതിൻ്റെതായ വ്യത്യസ്തതകളുണ്ട്. Nancy and I lived in Russia for a few years. നാൻസിയും ഞങ്ങളും റഷ്യയിൽ ഞങ്ങൾ They ജീവിച്ചിരുന്നു. have a Russian Orthodox Church. അവിടെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുണ്ട്. The Greek people have a Greek Orthodox Church. ഗ്രീസിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ. And in Bulgaria they may have a Bulgarian Orthodox Church. ബൾഗേറിയയിൽ ബൾഗേറിയ ഓർത്തഡോക്സ് സഭ. Ukraine they have a Ukrainian Orthodox. യുക്രൈനിൽ യുക്രൈനിയൻ ഓർത്തഡോക്സ് സഭ. And then there are the Protestants. അതിനുശേഷം നമ്മൾ പ്രൊട്ടസ്റ്റാന്റ്സുകളെ നമുക്ക് കാണുന്നു. Protestants were the people who protested against all of the improper beliefs that were not according to the Bible. പ്രൊട്ടസ്റ്റാന്റുകാരെന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റാന്റുകാർ ദൈവത്തിൻ്റെ ആ നിയമങ്ങൾക്കും ആ ഉപദേശങ്ങൾക്കെതിരെ പ്രതികരിച്ചതായ ആ ജനവിഭാഗമാണ് പ്രൊട്ടസ്റ്റാന്റുകാർ എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. We may touch on that a little bit later in our lecture. അത് അല്പസമയം കഴിഞ്ഞ് നമുക്ക് പഠിക്കാം. This man, Keating, was a Catholic and he wrote a challenge to the Protestants who are not part of the Roman Catholic. കത്തോലിക്കക്കാരനായ ഒരു എഴുത്തുകാരൻ കീറ്റിംഗ് ഇവിടെ പ്രൊട്ടസ്റ്റാന്റുകാർ റോമനിസത്തെ ആക്രമിക്കുന്നതായിട്ട് എഴുതിയിട്ടുണ്ട്. It's really interesting. So read it in Bengali. അത് വളരെ രസകരമാണ്. അത് മലയാളത്തിൽ നമ്മൾ വായിക്കണം. കാൾ കീറ്റിംഗ് താൻ എപ്രകാരമാണ് റോമൻ കത്തോലിക്ക സഭയെ ആക്രമിച്ച പ്രൊട്ടസ്റ്റാന്റുകാർ അവരുടെയായ ഉത്ഭവം എപ്രകാരമായിരുന്നുവെന്നും റോമൻ കത്തോലിക്ക സഭയുടെയായ ആരംഭം അത് വചനത്തിൻ്റെ അടിസ്ഥാനപരമായിരുന്നെന്നും കാർൽ കീറ്റിംഗ് പ്രൊട്ടസ്റ്റാന്റ് സഭയുടെ ആക്രമണത്തിനെതിരായിട്ട് വ്യക്തമായ തെളിവുകൾ അദ്ദേഹം നിരത്തുവാനായിട്ട് പരിശ്രമിക്കുന്നതായിട്ട് കാൾ കീറ്റിങ്ങിൻ്റെയായ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. So he states that the Catholic Church is actually the one that changed the sacredness from Saturday to Sunday in honor of Christ's resurrection.
അതുമാത്രമല്ല, ഏഴാം ദിനത്തിൻ്റെ ശബത്തിൻ്റെ വിശുദ്ധിയെ ഞായറാഴ്ച ദിവസത്തിലേക്ക് മാറ്റിയെന്നും അദ്ദേഹം വ്യക്തമായി പറയുന്നു. And he's telling Protestants, he's a Catholic, and he's saying, if you want to go by the Bible, then you should keep the Bible Sabbath, which is Saturday. അപ്പോൾ പ്രൊട്ടസ്റ്റാന്റുകാരായിരിക്കുന്ന നിങ്ങൾ പ്രൊട്ടസ്റ്റാന്റ് എന്ന് അറിയപ്പെടണമെങ്കിൽ നിങ്ങൾ വേദപുസ്തകത്തിൽ പറയുന്നതായ ഏഴാം ദിനം ശബതാണ് നിങ്ങൾ പാലിക്കേണ്ടത്. And if you don't want to go by the Bible, then you need to go back to the Catholic Church because we're the ones that change the day. അപ്പോൾ നിങ്ങൾ ഏഴാം ദിനത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തിരികെ റോമൻ കത്തോലിക്ക സഭയിലേക്ക് വരിക. ഞങ്ങളാണ് ആ ദിനത്തെ മാറ്റിയത് എന്ന് അറിയുന്നുവോ? What is supposed to be your guide? നിങ്ങളുടെ മാർഗനിർദ്ദേശി ആരാണ് എന്ന് നിങ്ങൾ അത് തിരിച്ചറിയണം പ്രിയമുള്ളവരെ. വേദപുസ്തകമോ or tradition? അത് പാരമ്പര്യമായ നിങ്ങൾ ആചരിക്കുന്നതായ ഈ കാര്യങ്ങൾ ആണോ? Every one of us has to make that decision sooner or later. ആ തീരുമാനം വളരെ വേഗതയിൽ നാം പെട്ടെന്ന് എടുക്കേണ്ടതായ ഒരു സമയം അടുത്തു വരുന്നു. Does any human being or any church have the right to change the law of God that God wrote with his own finger? ഒരു സഭയ്ക്കോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ ദൈവം സ്വന്തം വിരലാൽ എഴുതിയ നിയമത്തെ ആർക്കും മാറ്റുവാനുള്ള അധികാരം ഇല്ല. In fact, it is the only thing that God wrote with his own hand. അത് ശരിക്കും പറയുകയാണെങ്കിൽ കർത്താവായ ദൈവം തൻ്റെ സ്വന്തം വിരലാൽ അവിടെ എഴുതപ്പെട്ട നിയമമാണ്. And it's contained in the Bible. അത് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. And every word of the Bible was given by inspiration from God, and people then wrote it down. അവിടെ ദൈവശാസ്ത്രീയമായി ആണ് തിരുവചനങ്ങൾ എഴുതപ്പെട്ടത് എന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. Terms and terminology. അതായത് പദങ്ങളും വാക്യങ്ങളും എന്ന് നാം കാണുവാൻ കഴിയും. അതേ രീതിയിൽ തന്നെ വാക്യങ്ങളും ആ പദങ്ങളും വിവരിച്ചിരിക്കുന്നതായി കാണുന്നു. മനുഷ്യന് ദൈവത്തിന്റെ നിയമങ്ങളെ മാറ്റുവാനായിട്ട് അവന് അധികാരമുണ്ടോ? സങ്കീർത്തനങ്ങൾ 89 എന്താണ് പറയുന്നത്? 34 വാക്യം, ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. So the words that God spoke and he wrote with his own finger, he will not change. ദൈവം അവൻ എഴുതിയതായ കൽപ്പനകൾക്ക് യാതൊരുവിധമായ മാറ്റവും വരുത്തുകയില്ല. Who is going to be your master? നിങ്ങളുടെ യജമാനൻ ആരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. Jesus or the leaders of a church? അതായത് യേശുക്രിസ്തുവോ സഭയുടെ നേതാക്കന്മാരോ? What is the foundation of your belief? നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് നിങ്ങൾ നോക്കണം. Is it the Bible? അത് വേദപുസ്തകമാണോ? Or what human beings say? അത് മനുഷ്യർ പറഞ്ഞതായ കാര്യമാണോ? What is the basis of authority in spiritual matters? ആത്മീയമായ കാര്യങ്ങളിലുള്ളതായ ഒരു അടിസ്ഥാനം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. Just the words and the decisions that a church body makes, or God's actual will? ആ സഭയുടെയായ അധികാരത്തിന്റെ പേരിലുള്ള ആ തീരുമാനമോ അല്ലെങ്കിൽ ദൈവവചനമാണോ? So to give up the Bible Sabbath given by God as a sign at creation. അതായത് ദൈവത്തിന്റെ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആ ശബത്തിന്റെ അത് മാറ്റുവാനും അത് വിട്ടുവിടുവാനും is a very important matter. അത് വളരെയധികം പ്രാധാന്യത അർഹിക്കുന്ന ഒരു കാര്യമാണ്. Because it was a sign of God's authority that he created the seventh day. ദൈവത്തിന്റെ അധികാരത്തിന്റെ അടയാളമാണ് ഏഴാം ദിനം ദൈവം സൃഷ്ടിച്ചതെന്ന് നമുക്ക് അതിൽ നിന്ന് വെളിപ്പെടുന്നു. And asked us to remember. It's the only commandment that says remember. ആ ഒരു കൽപ്പനയിൽ മാത്രമേ അതിൽ ഓർക്കുക എന്ന്, അതായത് ഓർക്കുക എന്ന് വ്യക്തമായി പറയുന്നു. എന്ന് ഈ കൊൽക്കത്ത ദേശത്തേക്ക് ഇന്ന് രാത്രി നിങ്ങൾ എന്ത് ശ്രമിച്ചെന്ന് അറിയില്ല. But I would much rather follow what God gave Adam and Eve in the Garden of Eden. ഞാൻ ആദമും ഹവ്വയ്ക്കും ഏദൻ തോട്ടത്തിൽ ദൈവം നൽകിയതായ ആ നിയമത്തിൻ പ്രകാരം ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. And I have to tell you something in parenthesis.
ഇവിടെ നിങ്ങളോട് ഒരു പ്രത്യേകമായ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. Standing here for about an hour or so. ഇവിടെ ഞാൻ 1 മണിക്കൂറോളം ഞാൻ ഇവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ്. I have been smelling these beautiful flowers. ഇവിടെ ഇരിക്കുന്ന പുഷ്പങ്ങളുടെ ആ സുഗന്ധം ഞാൻ നുകർന്നുകൊണ്ടിരിക്കുകയാണ്. And if I were smelling beautiful flowers in Kolkata, ഇവിടെ കൊൽക്കത്തയിലുള്ളതായ ഈ പുഷ്പങ്ങളുടെ മണം ഞാൻ ആസ്വദിക്കുകയാണെങ്കിൽ, imagine how wonderful they smelled in the Garden of Eden. അങ്ങനെയാണെങ്കിൽ ഗാർഡൻ ഓഫ് ഈഡനിൽ ഏദൻ തോട്ടത്തിലുള്ളതായ പുഷ്പങ്ങൾ എത്രത്തോളം അതിന് സൗരഭ്യം കാണും. So the beauty of Kolkata ഈ കൊൽക്കത്ത ദേശത്തിന്റെ മനോഹരത will be magnified millions of times in the new Garden of Eden. ആ പുതിയ ഏദൻ തോട്ടത്തിൽ ഈ കൊൽക്കത്ത ദേശത്തിന് അതിന്റെ സൗന്ദര്യം ഇരട്ടിപ്പായി വർദ്ധിക്കും. And I would much prefer to follow the God who made these flowers. ഈ പൂക്കളെ സൃഷ്ടിച്ചതായ ആ കർത്താവായ ദൈവത്തിനെയാണ് ഞാൻ കൂടുതലായിട്ട് മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. And I would much rather follow the God who gave Moses the 10 commandments. അങ്ങനെ മോശയ്ക്ക് 10 കൽപ്പന നൽകിയ ആ ദൈവത്തെ ഞാൻ അനുസരിച്ച് ജീവിക്കും. Much rather follow the example of Jesus Christ himself. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ മാതൃക ഞാനും സ്വീകരിച്ച് ഞാൻ ജീവിക്കും. Who kept the Sabbath day when he lived on this earth. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ കർത്താവായ യേശു അത് പാലിച്ചു. God says that the Sabbath is a special sign. ദൈവം പറയുന്നു ശബത്ത് എന്നുള്ളത് പ്രത്യേക അടയാളമാണ് of our loyalty to God. അത് ദൈവത്തോടുള്ളതായ നമ്മളുടെ ആയ ആ വിശ്വസ്തത. We recognize he created the earth. അത് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു എന്നുള്ളത് അടയാളമാണ്. We honor and respect him. നമ്മൾ ദൈവത്തെ മാനിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. We are loyal to him by keeping what he asked us to keep. അവന് നമ്മളെപ്പോഴും വിശ്വസ്തരായി നമ്മൾ ജീവിക്കുകയും പാലിക്കുകയും ചെയ്യണം. It's a sign that we want to follow Jesus all the way to truth. ആ സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നതായ ഈ വലിയ അടയാളത്തെ നമ്മളത് പാലിക്കുകയും ചെയ്യണം. Follow his holy writings. അവന്റെ ആയ ആ വിശുദ്ധ വാക്യങ്ങൾ നമ്മൾ അനുസരിക്കണം. That's why in the last days of Earth's history, അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ അവസാനത്തെ സമയം, and I believe we're living there right now. ഞാനത് അവസാന ഘട്ടത്തിലാണ് ജീവിക്കുന്നത് വിശ്വസിക്കുന്നു. That statue we've been talking about. അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. We're living down in those toes. നമ്മൾ ആ ബിംബത്തിന്റെ ആ കാൽപാദത്തിന്റെ കാലഘട്ടങ്ങളിലാണ് ജീവിക്കുന്നത്. The next thing that Nebuchadnezzar and Daniel saw was the stone coming down and smashing the statue. അവിടെ ദാനിയേൽ ആ സ്വപ്നത്തിൽ കണ്ടത് ഒരു കൈ തൊടാത്ത ഒരു കല്ല് പറഞ്ഞു വന്ന് ആ ബിംബത്തെ ഇടിച്ച് തകർത്ത് കളഞ്ഞതായി നാം കാണുന്നു. Stone represents the coming of Jesus. ആ കല്ല് യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Who will set up a kingdom that will last forever and no more sin or death or dying. അങ്ങനെ അവൻ സ്ഥാപിക്കുന്നതായ രാജ്യം നിത്യരാജ്യമാണ്. അവിടെ മരണമില്ല, ദുഃഖമില്ല, മുറവിളിയും ഒന്നുമില്ല. In the ultimate new world. അങ്ങനെ ആ പുതിയ ഭൂമിയിൽ ദൈവം അത് സ്ഥാപിക്കും. Revelation 14:12. ഇവിടെ വെളിപാട് പ്രവചനം 14:12 പറയുന്നു. It says the following. അത് ഇപ്രകാരം പറയുന്നു: ദൈവ കൽപ്പനയും യേശുവിനുള്ള വിശ്വാസം കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയാണ് ഇവിടെ ആവശ്യം എന്ന് ഈ വാക്യത്തിൽ വളരെയധികം വ്യക്തമായി പറയുന്നു. In the last days God will have a people that will love him so much they will keep all of his commandments. ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കുകയും ദൈവത്തെ സ്നേഹിക്കുന്നതായ ഒരു പറ്റം ജനം ഈ ഭൂമിയിൽ കാണുമെന്നാണ് പറയുന്നത്. Now it is more than just, well, what difference does it make what day I keep? അത് ഏത് ദിവസത്തിൽ വേണമെങ്കിലും ആരാധിക്കാമല്ലോ, അതിനെന്താണ് അതിന് വ്യത്യാസമെന്ന് ആളുകൾ പറയും. In the Garden of Eden, the devil in the serpent said to Eve, "What difference does a tree make?" ഇവിടെ അതേപോലെ തന്നെയാണ് പിശാചിന്റെ രൂപത്തിൽ ആ സർപ്പം ആ അവയോട് സംസാരിച്ചത്. എന്താണ് ഈ വൃക്ഷങ്ങൾ തമ്മിലുള്ള വ്യത്യസ്തത? All trees are alike, that kind of. എല്ലാ വൃക്ഷങ്ങളും ഒരുപോലെയാണല്ലോ. And Eve believed his lie and lost her life. അങ്ങനെ അവ അത് ആ നുണ വിശ്വസിക്കുകയും അവളുടെ ജീവിതം അവൾക്ക് നഷ്ടപ്പെട്ടതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, And many Christians and others are accepting this deception. ഇന്ന് അനേക ക്രിസ്ത്യാനികൾ ഇന്ന് ഈ കബളിപ്പിക്കപ്പെടുന്നതായ കാപട്യമായ ഈ സത്യം നമ്മൾ അംഗീകരിക്കുന്നു. What difference does a day make? അത് എന്താണ് ഒരു ദിവസത്തിലുള്ള വ്യത്യസ്തതയെന്ന് പലരും ചോദിക്കുന്നു. Every day is the same. എല്ലാ ദിവസവും ഒരുപോലെയാണല്ലോ.
But I want to tell you, with God, all days are not the same. എന്നാൽ ദൈവത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ അല്ലെന്ന് കാണുന്നു. There's only one day that God blessed and sanctified. ദൈവം അനുഗ്രഹിച്ചത് ഒരേ ഒരു ദിവസം, അത് ശബത്ത് ദിവസം, ഏഴാമത്തെ ദിവസമാണെന്ന് നമ്മൾ അറിയുന്നു. That was the seventh day. അത് ഏഴാമത്തെ ദിവസമാണ്. One day was set aside by God himself. ദൈവം ഒരു ദിവസത്തെ അനുഗ്രഹിച്ച് വേർതിരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. A day in which you do not buy and sell. ആ ദിവസം നിങ്ങൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യാത്ത ഒരു You ദിവസം. don't just do things like you normally do every day. നമ്മൾ സാധാരണ ദിവസങ്ങൾ ചെയ്യുന്നതായ ഒരു കാര്യവും ആ ദിവസത്തിൽ ചെയ്യുവാൻ പാടില്ല. Yes, you have to eat and everything, but you don't prepare the whole day for some big feast in the evening. ആ ദിവസം നിങ്ങൾക്ക് ഭക്ഷിക്കുവാനായിട്ട് സാധിക്കും, എന്നാൽ അന്നത്തെ ദിവസം നിങ്ങൾ പാചകം ചെയ്യുവാനായിട്ട് ആ ദിവസം മുഴുവൻ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നാം You കാണുന്നു. don't go to work. നമ്മൾ ഒരു ജോലിയും ചെയ്യരുത്. You don't watch television. അന്ന് ടെലിവിഷൻ കാണുവാൻ പാടില്ല. You don't listen to worldly music. അത് ലോകപരമായ മ്യൂസിക് ഒന്നും ശ്രദ്ധിക്കരുത്. You want your thoughts and your mind to turn to God. നിങ്ങളുടെ ആ ചിന്തകളും നിങ്ങളുടെ ധ്യാനവും എല്ലാം കർത്താവായ യേശുക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചിരിക്കണം ആ ദിവസം. And you read his word. ദൈവത്തിന്റെ ആ വചനം ആ ദിവസം നിങ്ങൾ വായിക്കുകയും ചെയ്യണം. Of course, you read his word on every day. നിങ്ങൾ എല്ലാ ദിവസവും ദൈവത്തിന്റെ വചനം വായിക്കും. On Sabbath, you understand better the beauty of the holy writings. ശബത്ത് ദിവസം നിങ്ങളത് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മനോഹരത നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. You spend time together in a place like this church praying and singing with people. അന്നത്തെ ദിവസം ഇതുപോലെ ആരാധനയിൽ കടന്നു വന്ന് ദൈവത്തെ പാടുകയും സ്തുതിക്കുകയും വചനങ്ങൾ വായിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. Listening to truth from the Bible, the holy word. സത്യവേദ പുസ്തകത്തിൽ നിന്ന് സത്യങ്ങൾ നമ്മൾ വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണം. All because God asked us to worship him on that day. എല്ലാം എന്തെന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്നേ ദിവസം നമ്മൾ ആരാധിക്കുകയും അവനെ നമസ്കരിക്കുകയും ചെയ്യണം. God himself rested on only one day, the Sabbath, the seventh. ദൈവം തന്നെ ഒരു ദിവസം അവന് സ്വസ്ഥമായിരുന്നു, അത് ശബത്ത് ദിവസം ഏഴാമത്തെ The ദിവസം. issues we're dealing with tonight as we close are authority and obedience. എന്ന് നമ്മളത് അവസാനിപ്പിക്കുമ്പോൾ അധികാരവും അതിന് അനുസരണവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം. I want to tell you a little story. It's very brief. ഒരു ചെറിയ ഒരു കഥ നിങ്ങളോട് പറയുവാൻ And ആഗ്രഹിക്കുന്നു. you'll get the point. അതിന്റെ ആ ശരിയായ പോയിന്റ് There മനസ്സിലാക്കാം. was a husband and wife, a man and a woman, who got married. അവിടെ ഒരു സ്ത്രീയും പുരുഷനും ഉണ്ടായിരുന്നു. അവർ വിവാഹിതരായി അവർ ഒരുമിച്ച് ജീവിച്ചു. Now in the hotel where we're staying, അവർ താമസിക്കുന്ന ആ there ഹോട്ടലിൽ has been and is a big wedding feast. അവർ ആ ഹോട്ടലിൽ വലിയൊരു വിവാഹ സദ്യ അവിടെ ഒരുക്കിയിരുന്നു. And we understand from different traditions, from different people groups, this can last 3 days or 5 days or 7 days. ഈ വിവാഹ സദ്യ എന്ന് പറയുന്നത് ചിലപ്പോൾ 2 ദിവസം 3 ദിവസം ചിലപ്പോൾ 7 ദിവസം അന്നേക്കും പല സംസ്കാരങ്ങൾക്കനുസരിച്ച്. Here in Bengali, you have your own traditions this way. ഇത് മലയാള നാടുകളിൽ ഇതുപോലെയുള്ള സംസ്കാരം നമുക്കുണ്ടല്ലോ. People have been dressed up in very fancy clothing. അതായത് അന്നത്തെ ദിവസം എല്ലാവരും മോടിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് For this wedding. ആ വിവാഹത്തിന് വരും. So this wedding takes place. അവിടെ ആ വിവാഹം അവിടെ നടക്കുകയാണ്. Not the wedding that I'm talking about at the hotel, but a wedding. അവിടെ ആ ഹോട്ടലിൽ നടക്കുന്ന ആ വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത്. And the bride has 6 sisters. ആ മണവാട്ടിക്ക് 6 സഹോദരിമാര് ഉണ്ടായിരുന്നു. She is making up the 7th sister. അവൾ ഏഴാമത്തെ അവളായിരുന്നു ആ കുടുംബത്തിൽ. So get the picture. This man marries one of 7 sisters. അപ്പോൾ ആ 7 സ്ത്രീകളിൽ ഒരുത്തിയാണ് ആ മനുഷ്യൻ വിവാഹം ചെയ്യുന്നത്. And the wedding feast is over, the ceremony is over. അവിടെ ആ വിവാഹ സദ്യയും ആ എല്ലാ ശുശ്രൂഷകളും അവസാനിച്ചു. And they are now, the groom, the man gets into the car because they are headed out for their honeymoon. അപ്പോൾ ആ മനുഷ്യൻ അവിടെ കാറിന് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അവരുടെ ആ ഹണിമൂനും പോകാൻ ആഗ്രഹിക്കുന്നു. Everyone is gathered around. അപ്പോൾ എല്ലാവരും അവിടെ ചുറ്റും അവിടെ കടന്നു വന്നു. Waiting to wave goodbye to this couple. അവിടെ ആ നവദമ്പതികളെ അവർ പറഞ്ഞ് യാത്ര ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നു. And the bride and her 6 sisters are there. അവിടെ ആ മണവാട്ടിയും 6 സഹോദരിമാരും ഇവിടെ ഉണ്ട്. Now get the picture. അവിടെ ആ ചിത്രം നിങ്ങൾ മനസ്സിൽ All of a sudden something strange happens. പെട്ടെന്ന് തന്നെ എന്തോ സംഭവിച്ചു.
The man is seated in the car. ആ മനുഷ്യൻ ആ കാറിനുള്ളിൽ ഇരിക്കുകയാണ്. The door opens on the other side. ആ സൈഡിലുള്ള ഡോറ് തുറക്കപ്പെടുന്നു. And one of the other sisters, not the one he married, another sister slips into the seat. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ മറുപുറമുള്ള ആ കതവ് തുറന്ന് 6 സഹോദരിമാരിൽ വേറെ ഒരു സഹോദരി അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. And she closes the door. അവൾ ആ ഡോർ അടയ്ക്കുകയും ചെയ്തു. And she looks at the man. ആ മനുഷ്യനെ അവൾ നോക്കി. And she says, "Let's go." അവൾ ആ മനുഷ്യനോട് പറഞ്ഞു, "ആ നമുക്ക് പോകാം." He looks at her. ആ മനുഷ്യൻ അവളെ നോക്കി. "I didn't marry you." അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, "നിന്നെ ഞാൻ വിവാഹം ചെയ്തില്ല. I married your sister." ഞാൻ നിന്റെ സഹോദരിയാണ് വിവാഹം ചെയ്തത്. And the lady looks back at him. അങ്ങനെ ആ സ്ത്രീ ഒന്ന് മുന്നോട്ട് നോക്കിയിട്ട്, And she says, "What difference does it make? അതിൽ എന്താണ് ഒരു വ്യത്യാസം? I'm 1 in 7." അത് ആ 7-ൽ ഒരു സ്ത്രീയല്ലേ ഞാൻ. Well, for the man it made a big difference. അത് ആ മനുഷ്യന് വളരെ ഒരു വ്യത്യാസമാണ് കണ്ടത്. And I'm sure that he said, "Please, sister, get out. I want my real wife." അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു കാണും, ആ സഹോദരി നിങ്ങൾ കാറിന് പുറത്തിറങ്ങുക, എൻ്റെ മണവാട്ടി എനിക്ക് വേണം. So it does make a difference what day it is. ഇതിൽ അത് ഒരു ദിനം അത് എന്നുള്ളത് എത്ര വ്യത്യസ്തമുള്ളതാണ്. So the choice is yours. ഇവിടെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്ക് ഉള്ളതാണ്. The Bible or tradition? അത് വേദപുസ്തകമോ അല്ലെങ്കിൽ പാരമ്പര്യമോ? Jesus or religious leaders? ഇവിടെ യേശുക്രിസ്തുവോ മത നേതാക്കന്മാരോ? God's law or what human beings teach? ദൈവത്തിന്റെ നിയമമോ അല്ലെങ്കിൽ മനുഷ്യരുടെ പഠനങ്ങളോ? God's instruction or human teaching? ദൈവത്തിന്റെ നിർദ്ദേശങ്ങളോ മനുഷ്യരുടെ നിർദ്ദേശങ്ങളോ? God's way or man's way? ദൈവത്തിന്റെ വഴികളോ മനുഷ്യരുടെ വഴികളോ? And God is saying to you and to me tonight, ദൈവം നിങ്ങളോടും എന്നോടും ഇന്ന് രാത്രിയിൽ പറയുന്നത്, that beautiful challenge in Joshua chapter 24. We got a lot of good 24s, don't we? അവിടെ ആ യോശുവ 24-ലുള്ള ആ ഒരു വലിയൊരു വെല്ലുവിളി നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. യഹോവയെ സേവിക്കുന്നത് നന്നല്ല നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തുവരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ. Jesus is talking to you tonight. യേശു ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. And he's saying, make the right choice. നിങ്ങൾ നല്ല തീരുമാനം എടുത്തുകൊള്ളുവീൻ. Serve me. എന്നെ നിങ്ങൾ സേവിക്കുവീൻ. If you love me, keep my commandments. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിപ്പീൻ. Including the beautiful 4th commandment. ആ 4-ാമത്തെ കൽപ്പനയും കൂടി ചേർത്തുകൊണ്ടാണ് ഇന്ന് രാത്രി. Would you like to join me in saying, "Yes, Lord"? ഇന്ന് രാത്രി എന്നോടൊപ്പം ചേർന്ന് അതേ ഉവ്വ് കർത്താവേ എന്ന് പറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? I and my house, we will serve the Lord. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ സേവിക്കും എന്ന് പറയുമോ? How many of you would like to say that? എത്ര പേർക്ക് ഇത് പറയുവാനായിട്ട് സാധിക്കും? Amen. ആമേൻ. How many of you tonight എത്ര പേര് ഇന്ന് രാത്രിയിൽ would like to say, "I understand the 7th day Sabbath. ഞാൻ മനസ്സിലാക്കുന്നു 7-ാം ദിവസത്തെ ശബത്ത് ദിവസമെന്ന് ഞാൻ അറിയുന്നു. And I want to keep learning more Bible truth. ഞാൻ കൂടുതലായി തിരുവചന സത്യങ്ങൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. And I want to follow what God has told us rather than human beings." മനുഷ്യർ പറഞ്ഞതിനേക്കാൾ ഉപരി ദൈവം കൽപ്പിച്ചതായ കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് ഞാൻ വളരെയധികം താല്പര്യപ്പെടുന്നു. So help me to know more about the Bible Sabbath and about Bible truth. ദൈവമേ, വേദപുസ്തകത്തിലെ ആ ശബത്തിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുവാനും തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കുവാനും സഹായിക്കണമേ. Because I want to honor you. ദൈവമേ, നിന്നെ മാനിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. If you would like to make that pledge tonight and ask that of God, അങ്ങനെയുള്ളതായ ഒരു തീരുമാനം ദൈവത്തോട് നിങ്ങൾ എടുക്കുവാൻ തയ്യാറാണോ പ്രിയമുള്ളവരെ? would you join me in standing right now? ഈ സമയത്ത് നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് എന്നോടൊപ്പം ചേരാമോ? Amen. ആമേൻ. Father in heaven, പിതാവായ ദൈവമേ, thank you for sharing with us
your precious instruction in the Word of God. അങ്ങയുടെ ശ്രേഷ്ഠമേറിയ ആ മാർഗ്ഗനിർദ്ദേശങ്ങൾ അടിയങ്ങളോട് പങ്കിട്ടതിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. Thank you for helping us to understand that you made one day out of the 7 very special. ദൈവമേ, ആ 7 ദിവസങ്ങളിൽ ഒരു ദിവസം അത് വിശേഷമായ ദിവസമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Understand that a strange power predicted by you would try to change that day. ദൈവമേ, ആ ദിവസത്തെ ഒരു വിചിത്രമായ ശക്തി അതിനെ മാറ്റിമറിക്കുവാനായിട്ട് കടന്നു വരുമെന്ന് അടിയങ്ങളെ തിരുവചനത്തിലൂടെ പഠിപ്പിച്ചതിനായി ദൈവത്തിന് സ്തോത്രം. But down through history you have always had a people somewhere keeping the 7th day Sabbath. എന്നാൽ ചരിത്രത്തിലുടനീളം ദൈവമേ 7-ാം ദിവസം എന്നുള്ളതായ ആ ശബത്ത് ദിനം പാലിക്കുന്നതായ മറ്റും ജനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. Now this truth is being preached all over the world. ദൈവമേ, ഈ സത്യം ഇന്ന് ലോകമെമ്പാടും ഇന്ന് ഘോഷിക്കപ്പെടുന്നതായി കാണുന്നു. Helping people to understand that it is a special sign of our loyalty to God. അത് ദൈവവുമായിട്ടുള്ളതായ ആത്മീയ ബന്ധത്തിൽ ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നതിന്റെ ഒരു വലിയൊരു അടയാളമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Bless everyone standing tonight. നിൽക്കുന്ന എല്ലാവരെയും അങ്ങോട്ടൊന്ന് ഇന്ന് രാത്രിയിൽ അങ്ങോട്ടൊന്ന് അനുഗ്രഹിക്കണമേ. They have said to you, ദൈവമേ, ഞങ്ങൾ നിന്നോട് പറഞ്ഞുവല്ലോ, help me to better understand Bible truth. ദൈവമേ, തിരുവചന സത്യങ്ങൾ പഠിക്കുവാനായിട്ട് അടിയങ്ങളെ സഹായിക്കണമേ. Beautiful truth about the 7th day Sabbath. ആ 7-ാം ദിനം ശബത്തിനെ കുറിച്ചുള്ള മനോഹരമായ ആ സത്യം ദൈവം മനസ്സിലാക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. Now bless everyone standing here tonight and their families. ഇന്ന് രാത്രി നിൽക്കുന്ന എല്ലാവരെയും അങ്ങോട്ടൊന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ കർത്താവേ. And Lord, give us a good rest tonight and bring us back tomorrow night. ഇന്ന് രാത്രി ഞങ്ങൾക്ക് നല്ല വിശ്രമം നൽകി നാളത്തെ രാത്രിയിൽ അടിയങ്ങളെ മടക്കി ഇവിടെ കൊണ്ടുവരണമേ. Learn more from your holy writing. നിന്റെ തിരുവചനത്തിൽ നിന്ന് കൂടുതലായി പഠിക്കുവാൻ വേണ്ടി about people who will stand for truth at the end of time. അവസാന കാലഘട്ടത്തിൽ ദൈവത്തിനു വേണ്ടി സത്യത്തിന് നിലനിൽക്കുന്ന ജനത്തെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി In Jesus' name we ask. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ നല്ല ദൈവമേ. ആമേൻ.